ഖത്തറിലുള്ള ബ്യൂട്ടിഫുൾ പ്ലേസായ മുഷേരിബിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത് ഇപ്പോൾ. ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വന്നിട്ട് ഞാൻ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിന് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറിനെ ഒന്ന് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ് മുഷേരിബ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്കിതിൽ നടക്കുമ്പോൾ. ഇന്നാണെങ്കിൽ നല്ല മഴക്കാറുള്ളൊരു ദിവസം കൂടിയായിരുന്നു. 2 മിനിറ്റ് നടന്നില്ല അപ്പോഴേക്ക് ഇതാ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ താഴെയാണ്, നമുക്കിവിടുന്ന് ലിഫ്റ്റിലേക്ക് താഴേക്ക് പോകാം. ഞാൻ 1 മിനിറ്റും കൂടി ഇങ്ങനെ ഇവിടെ നോക്കിയിരുന്നു ഇതിൻ്റെ ഭംഗി. പിന്നെ സ്റ്റേഷനിലേക്ക് പോയി. ഖത്തറിലുള്ള അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് മുഷേരിബ്. ഇതൊരു മെട്രോ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ സ്ഥലങ്ങളിലായിട്ട് റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, അതുപോലെ തന്നെ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് മെട്രോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 ലൈനും നമുക്ക് മുഷേരിബിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് മെട്രോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് എൻ്റെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. പിന്നെ ടാക്സിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാനിന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ച്. മെട്രോ അല്ലാത്ത പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ്റെ പേരാണ് കർവ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു കാർഡ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാനങ്ങനെ ബസ് സ്റ്റേഷനിൽ വന്നിട്ട് കർവേൻ്റെ കാർഡ് എടുത്ത് 30 റിയാലാണ്. 10 റിയാൽ കാർഡിനും അതുപോലെ തന്നെ 20 റിയാൽ അതിൽ ബാലൻസും ഉണ്ടാകും. ഓരോ യാത്രക്ക് നമുക്ക് 3 റിയാലാണ് ചാർജ് ആവുക. ഒരു തിക്കും തിരക്കൊന്നും ഇല്ലാത്ത വളരെ കാം ആൻഡ് കൂളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ്സിലുകൊണ്ട് ഒരു തിരക്കും ഉണ്ടാവില്ല ഇതിൽ. ഓൾമോസ്റ്റ് ഇഷ്ടംപോലെ സീറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടൊരു സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നല്ല മഴക്കാറുള്ളൊരു ദിവസമാണ്. നമുക്കധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ടാക്സിനേക്കാളും പൈസയും കുറവാണ്. പിന്നെ നമുക്കിതിങ്ങനെ കാഴ്ച കണ്ടിട്ട് നല്ല കൂളായിട്ട് യാത്രയും ചെയ്യാം. എല്ലാ ബസ് സ്റ്റോപ്പും കവർ ചെയ്തിട്ട് പോകുന്നുണ്ട് തന്നെ. കുറച്ച് ടൈം അധികമാവും നമ്മൾ നോർമലി ടാക്സിക്ക് പോകുന്നതിനേക്കാളും. അപ്പോൾ നമുക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിന് കണക്കായിട്ട് പ്ലാൻ ചെയ്തിട്ട് നേരത്തെ വന്നാലും മതി. ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകാനും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഓരോ ഏരിയയിലേക്കും ഓരോ ബസ് നമ്പറാണ്. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് എൻ്റെ ഏരിയയിലേക്കുള്ള ബസ് നമ്പർ കണ്ടുപിടിച്ചിട്ടാണ് അതിൽ കയറി വന്നത്. ഇതുപോലെ പ്രയോറിറ്റി സീറ്റൊക്കെ ഉണ്ട് ലേഡീസിനായാലും വയസ്സായവർക്ക്, പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിന്. ഇതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വൈഫൈയും യൂസ് ചെയ്യാം ബസ്സിലിരുന്നിട്ട്. എൻ്റെ നോട്ടം മുഴുവൻ ആ ഹൈറ്റുള്ള സീറ്റിലാണ്. പക്ഷെ ഞാൻ ഇരുന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ബസ് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് നടക്കിയെന്ന്. ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോഴേക്കും മഴ പാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ മാറിയോണ്ട് തന്നെ ഇതാ എല്ലാവരും വീട്ടിൻ്റെ ഫ്രണ്ടിലും അത്യാവശ്യം ഫ്ലവറും ചെടികളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ടാക്സിയിൽ വരുമ്പോൾ മെട്രോയിലും ബസ്സിലും ഇത് കാൽനടയായിട്ടൊക്കെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് അങ്ങനെ തീർന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.